ചോദിക്കരുത്. ഇല്ല, ആ ചേച്ചി മാറ്റാൻ പറഞ്ഞു. നേരടെ അഭ്യർത്ഥന റിക്വസ്റ്റ് നമ്മൾ എടുക്കണതായിരിക്കും. നമ്മൾ തായ്ലൻഡിൽ പോവാണ്. 5 days 5 nights 6 days. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് കൊച്ചി എയർപോർട്ടിലാണ്. ഈ ലോഞ്ചിൽ അല്ല, ഇത് വേറെ ഫ്ലൈറ്റ് പോയി. നമ്മൾ പറയൂ, ഏതോ ഒരു ഗേറ്റിൽ വന്നിരിക്കുന്നു. ഇവിടെ ആരുമില്ല. നമ്മുടെ ഗേറ്റ് നമ്പർ 4 ആണ്. ഇത് നമ്മൾ ഗേറ്റ് നമ്പർ 7 വന്നിരിക്കുക. ഇവിടെ ടോയ്ലറ്റ് പോകാൻ നല്ലതാണ്. അപ്പോൾ ഇനി നമ്മൾ ബോംബെ പോയിട്ട് ബോംബെയിൽ നിന്നാണ് തായ്ലൻഡിലേക്ക് പോകണം. ഇന്ന് രാത്രി തായ്ലൻഡിലെത്തും. ഇനി അവിടെ എത്തിയിട്ട് നമുക്ക് ഇവിടുന്ന് 11:20 ഫ്ലൈറ്റ്. അത് കഴിഞ്ഞ് എപ്പോഴെത്താ? ഇല്ല, 6:40 അവിടെ നിന്ന് അടുത്ത ഫ്ലൈറ്റ്. അവിടെ 2-3 മണിക്കൂർ ലേ ഓവർ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ അവിടെ എയർപോർട്ട് ലോഞ്ചിൽ കയറി ഫുഡ് അടിക്കുമെന്ന് വിചാരിക്കുന്നു. ദൈവത്തിനറിയാം അല്ല. അപ്പോൾ ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. സോ ഗൈസ്, നമ്മൾ ലോഞ്ചിൽ കയറാൻ പോവാണ്. നമ്മൾക്ക് 2 കാർഡ് ഉണ്ട്. അത് പപ്പ യൂസ് ചെയ്യുന്ന 2 കാർഡുണ്ട്. അപ്പോൾ അതിൽ ഞങ്ങൾ ബോംബെയിൽ കയറാമെന്ന് വിചാരിച്ചു. ഇച്ചു 2 കാർഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ നമുക്ക് കയറാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാം എന്ന് വിചാരിച്ചു. ഇച്ചു ബാർ ഓക്കെ, ലോഞ്ചിൽ കയറി നമുക്ക് നോക്കാം. നമുക്ക് ഒരാൾക്കാണ് ബോർഡിംഗ് പാസ് കിട്ടിയുള്ളൂ. അതാണ് ഞാൻ മാത്രം കയറി. ഡിറ്റ കയറിയില്ല. ഡിറ്റ പുറത്തേക്ക് പോയി. നമുക്ക് ഇവിടുത്തെ ഫുഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇവിടുന്ന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴൊക്കെ സൂപ്പറായിട്ട് കാണാൻ പറ്റും. ക്രോസിൻ്റെ അടുത്ത് ഇതെന്താ സാധനമാണ്. പിന്നെ കോഫി എടുത്തു. ഇത് പക്ഷേ വലിയ ടേസ്റ്റ് ഇല്ല കേട്ടോ. നൈസ് വ്യൂ. ഇത് ലുക്ക് മാത്രമേ ഉള്ളൂ, വലിയ ടേസ്റ്റ് ഇല്ല. ഭയങ്കര ഹാർഡായി. നോട്ട് ഗുഡ്. ഇനി ക്രോസിൻ്റെ ടേസ്റ്റ് നോക്കാം. ഇത് ബട്ടർ വെച്ചിട്ട് കഴിച്ചോളാം. സൂപ്പർ കഴിക്കണം. ഇവിടെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഈ സാധനം മാത്രമേ. പിന്നെ ഉപ്പുമാവ്, ഇഡ്ഡലി, കടലക്കറി അങ്ങനത്തെ സാധനങ്ങളാണ്. വേറെ പ്രീമിയം സാധനങ്ങൾ, വേറെ സാധനങ്ങളൊന്നും ഇല്ല. പിന്നെ ഓട്സ് ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ. ചിക്കൻ സോസേജ് കുഴപ്പമൊന്നുമില്ല. ചിക്കൻ സോസേജ് ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഐ ലൈക്ക് ഇറ്റ്. ഇത് മസാല മുട്ട ഓംലെറ്റ്, മസാല ഓംലെറ്റ്. ഡിറ്റ് സൂപ്പർ ഫുഡായിരുന്നു. ജ്യൂസ് അവിടെ വലിയ കാര്യമൊന്നുമില്ല. എടീ കുടിച്ചു നോക്കിയേ. ഡിറ്റ് നീ എൻ്റെ അടുത്ത് KFC കഴിച്ചാ? വേറെ ആളുടെ ഡിറ്റയുടെ വിഷമം ദേഷ്യം നോക്കിയേ. എഡിറ്റ് ചെയ്യാൻ പറ്റണം കേട്ടോ. കുടിക്ക്. കുഴപ്പമില്ലായിരുന്നു. കുറച്ച് എടുക്കണം ഞാൻ ചോദിച്ചാ. ഒന്നുമില്ല, കുറച്ച് ഉപ്പുമാവ് സാധനങ്ങളൊക്കെ. അവിടെ ചിക്കൻ സോസേജ് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ബോഡി എടുത്ത് നമ്മൾ ഫ്ലൈറ്റ് കയറാൻ പോകുന്നു. ആദ്യത്തെ ഫ്ലൈറ്റ് ഒരുമിച്ച് ഫസ്റ്റ് ടൈം അല്ല. നമ്മൾ മുംബൈ എയർപോർട്ടിലെത്തി. നമ്മളെ മുംബൈ എയർപോർട്ടിലെത്തി. അതല്ല ഞാനും പറഞ്ഞേ, പക്ഷെ കേട്ടിട്ടുണ്ടാവില്ല. ഡിറ്റ എന്തോ കാണിക്കുന്നു.
നൈസായിട്ടുണ്ടല്ലേ എയർപോർട്ട്? നൈസ്, ഒരു ഗുഡ്. നീ ഖത്തർ എയർപോർട്ടിൽ പോയണ്ട? അത് അല്ല, ഖത്തറല്ല, അബുദാബി. മറന്നുപോയില്ലോ. എത്തിയാതെ ഏതാ? ഖത്തറല്ലേ? അതിൻ്റെ ഉള്ളിൽ മെട്രോ, കിടുക്കൻ മാളും. നിങ്ങളൊക്കെ ഈ ഒരു ഭീമാണ് പറയാടി, ലൈക്ക് ഇത്രയും ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ടാണ് അടുത്ത ഭീമ എന്താ പറയുന്നേ, തൂണിൻ്റെ ഇംഗ്ലീഷ് എന്നിട്ട് വോള അല്ലല്ലേ? അടിപൊളിയായിട്ട് പണ്ടുണ്ട്, പിന്നെ കാണാനും നല്ല അടിപൊളിയുണ്ട് അല്ലേ? I like it. അങ്ങനെ നമ്മൾ ലോഞ്ചിലേക്ക് പോവാണ്. ഫുഡ് കിട്ടുമോയെന്ന് അറിയില്ല, എന്നാലും പോയി നോക്കാം. അങ്ങനെ നമ്മൾ ചമ്മിയിരിക്കുന്നു. എയർപോർട്ട് ലോഞ്ചിൽ പോയതാണ്. അപ്പോൾ ഒരാളുടെ കാർഡ് മാത്രം ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം മറ്റേ ഒരാൾക്ക് പെയ്ഡ് കയറാമെന്ന് വിചാരിച്ചു. അപ്പം റേറ്റ് ആയിട്ടപ്പം ഞെട്ടി. നാട്ടിൽ കൊച്ചി എയർപോർട്ടിൽ 1200 ഉണ്ടായിരുന്നുള്ളൂ. 1200 ആണെങ്കിൽ ഞാൻ എന്തായാലും കയറാന്ന് വെച്ചാൽ. അപ്പോൾ റേറ്റ് ചോദിച്ചപ്പോൾ 3400, 3400 റുപ്പീസ്. അത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ബൈ. ഞാൻ പറഞ്ഞു ഡിറ്റോട് കയറിക്കോളാം. അപ്പം ഡിറ്റയ്ക്ക് കയറാൻ പോയപ്പോൾ അടുത്ത പ്രശ്നം, ലൈക്ക് വേറെ ആളുടെ കാർഡാണ്. അപ്പോൾ ആ കാർഡുള്ള ആൾ തന്നെ വേണം എന്ന് പറയുന്നു. അത് വെറുതെ പറ്റിക്കാൻ വേണ്ടിയാണ്. ഫസ്റ്റ് ഞങ്ങൾ ബിസിനസ് ക്ലാസ്സിൻ്റെ ലോഞ്ചിൽ പോയി. അവിടെയും ചമ്മി, ആദ്യമായിട്ട് ചമ്മി. ഇത് സാധനം ചമ്മാറില്ല. എന്നിട്ട് അവസാനം ഞങ്ങൾ മെക്ഡോണൽസ് വന്നിട്ട് മെക്ഡോണൽസിൽ ഞങ്ങൾ ബർഗറും, ഇനിയിപ്പോൾ അങ്ങനെ പറയാമല്ലോ ആണോ, മെക്ഡോണൽസിൽ അല്ലെങ്കിൽ ഞാൻ സ്റ്റാർബക്സിൽ കയറാന്ന് വെച്ചാൽ. പക്ഷെ സ്റ്റാർബക്സിൽ കയറിയാലേ നമ്മുടെ വിശപ്പ് മാറില്ലേ, ജസ്റ്റ് കോഫിന്ന് അവിടുത്തെ സാധനം കഴിക്കാനുള്ളൂ. അവിടെ ബർഗറല്ല, വേറെ അടിപൊളി സാധനമുണ്ട്. ലൈക്ക് 1200 റുപ്പീസ് ആയിട്ടുള്ളൂ. വലിയ കത്തിയില്ല. നമ്മൾ കോഫിയും കാര്യങ്ങളും ഒക്കെ മേടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഷേക്കാ, സ്ട്രോബെറി ഷേക്ക്. ഞാൻ എന്താണെന്നറിയാം, ഹോട്ട് ചോക്ലേറ്റ് കോഫി. നിനക്ക് ഷേക്ക് വേണമെന്ന് നിനക്ക് ഇഷ്ടമുള്ള എടുക്കാൻ പറഞ്ഞതല്ല, നിനക്ക് ഷേക്ക് വേണമെന്നല്ല പറഞ്ഞു. ഹോട്ട് ചോക്ലേറ്റ്. സ്ട്രോബെറി മിൽക്ക് ഷേക്ക്. ഒരു എന്താ സ്മൂത്തി ടേസ്റ്റ് അല്ലേ? ഇതിട്ട് എങ്ങനെയുണ്ട് ബർഗർ? ഇത് ഒരു ലെയർ മീറ്റും ഒരു ലെയർ ചീസാണെന്നാണ് വിശ്വാസം. നല്ല സ്പൈസി ഉണ്ടല്ലേ, സ്പൈസിയാണ്. ഇതിൻ്റെ പേര് എന്നിട്ട് മാക് ചീസ് ബർഗർ ചിക്കൻ. ഗുഡ്. ഈ സാധനം ഉണ്ട് ഇത് കഴിച്ചിട്ട് ഇഷ്ടേ. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. അങ്ങനെ നമ്മൾ ബോർഡിങ് കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റ് കയറാൻ പോകുന്നു. അവർ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. എല്ലാ മാസവും ഇങ്ങനെ പോകാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നല്ല കാര്യം, എടുത്ത് വെച്ചോ, ആവശ്യം വരും. അങ്ങനെ നമ്മൾ ടേക്ക് ഓഫ് ചെയ്തു. പക്ഷെ ഒരു പണി പാടി. ടി വിയില്ല 4 മണിക്കൂർ 10 മിനിറ്റാണ് നമ്മുടെ ഫ്ലൈറ്റ് ടൈം. അപ്പോൾ ബോറടിച്ച് ഭ്രാന്താവും. ഞാൻ കിടന്നുറങ്ങും. ഒരു 3-4 പടം അത് കടലാണല്ലേ, 3-4 പടം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. നൈസ് വ്യൂ ആണ് കേട്ടോ. സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് കാണുന്നത് ഏകദേശം മുകളിലുള്ള നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നത്. ഫ്ലൈറ്റിലിരുന്നോണ്ട് നേരെ മോളിലേക്ക് നോക്കാണ്ട് നമ്മൾ നേരെ നോക്കി കാണുന്നത്.
സൈഡ് വ്യൂ. നമ്മൾ തായ്ലൻഡ് ലാൻഡ് ചെയ്തത്. അങ്ങനെ പറഞ്ഞ ഒരാൾ കേൾക്കില്ല. ഞങ്ങൾ തായ്ലൻഡിൽ എത്തിയിരിക്കുന്നു. രാത്രി 10 മണി, ഇവിടുത്തെ 11 മണിക്ക്. അവിടെ ഇപ്പൊ 9:30. നാട്ടില് 9:30. ഇനി ഡ്രൈവറിനൊക്കെ കണ്ട് പിടിച്ച് വീട്ടിൽ പോയി കിടന്നുറങ്ങണം. ഫ്ലാറ്റിൽ പോയി കിടന്നുറങ്ങണം. റിസോർട്ടിൽ പോയി കിടന്നുറങ്ങണം. സീറ്റ് VIP സീറ്റ്. മറ്റേ ഷിപ്പില് ബാക്കിലിരിക്കണ പോലെ അല്ലേ. തായ്ലൻഡിലെത്തി. ഇതാണ് നമ്മുടെ വണ്ടി. ആള് നമ്മുടെ പെട്ടി കൊണ്ടുപോകുന്നുണ്ട്. ടേക്ക് യുവർ സീറ്റ്. തുറന്നു വെച്ചൊക്കെ എന്തായാലും ഞാൻ ചിന്ത. അപ്പൊ നമ്മള് കേറി ഒരു ക്യാരവൻ പോലത്തെ ഒരു വണ്ടിയാണ്. ആള് ലൈറ്റ് ഓഫ് ചെയ്തു. അപ്പൊ നമ്മൾ തട്ടിക്കൊണ്ട് പോവാണോ എന്താണെന്ന് അറിയില്ല. നമ്മളൊരു വണ്ടി കേറിയിട്ടുണ്ട്. നമ്മൾ നമ്മുടെ റിസോർട്ടിലേക്ക് മറ്റേ സിനിമയെ കാണിക്കുന്ന എല്ലാവർക്കും പടം മലയാളത്തിൽ ആദ്യമായിട്ടാണ്. നമ്മുടെ ഏജൻസി പറഞ്ഞിട്ടുണ്ട് വണ്ടി ഓടിക്കും. അതല്ല, അത് ഇവർക്ക് മനസ്സിലായില്ല. വണ്ടി ഓടിക്കുന്ന ആളുടെ പേരോ കാര്യങ്ങളോ ചോദിക്കാൻ പാടില്ല, ഒന്നും കൊടുക്കാൻ പാടില്ല എന്നാണ് നമുക്ക് തന്ന നിർദ്ദേശം. അപ്പൊ ഇതാണ് എയർപോർട്ട്. നല്ല മഴയാണ്, ഒന്നും കാണുന്നില്ല. ആർക്കെങ്കിലും കാണണ്ടോന്ന് അറിയില്ല. നാളത്തെ മഴ കാരണം നാളത്തെ ഐലൻഡിലെ ട്രിപ്പ് നാളത്തെ നാളെ നമുക്കൊരു 7 ഐലൻഡിന്റെ ഒരു ട്രിപ്പായിരുന്നു. അതപ്പോ അവര് മാറ്റി ക്യാൻസൽ ചെയ്തു. അത് റീഫണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ സ്ഥലത്ത് വേറെ എന്തെങ്കിലും ഉണ്ടോന്ന് നമുക്ക് അറിഞ്ഞൂടാ. നോക്കാം. പണി കിട്ടി ഗൈസ്, പണി കിട്ടി. നമ്മൾ വിചാരിച്ച് എയർപോർട്ടിന്റെ അടുത്താണെന്ന് വിചാരിച്ച് ഇപ്പൊ എത്തും എന്ന് വെച്ചിട്ട് അവസാനം ഞങ്ങള് നമ്മുടെ വണ്ടി ഓടിക്കുന്ന ആള് പറ്റിക്കാണോ എന്താണ് ചെയ്യണേ എന്ന് വിചാരിച്ച് കൺഫ്യൂഷൻ അടിച്ച് നമ്മൾ നോക്കിയപ്പോ 150 കിലോമീറ്റേഴ്സ് എയർപോർട്ടിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടാവില്ലേ. 150 കിലോമീറ്റേഴ്സ് എയർപോർട്ടിൽ നിന്ന് ഉണ്ടായി. ഇനിയുണ്ട് ലൈക്ക് ഇപ്പൊ 79. നമ്മൾ ഏകദേശം 11:30 ഇറങ്ങിയുണ്ടോ അല്ലേ? 12:44 ആയി. ഇനിയും ലൈക്ക് 1 hour ഉണ്ട്. 1 hour 10 minutes ഉണ്ട്. ഇത്രയും ദൂരമാണെന്ന് നമ്മൾ വിചാരിച്ചില്ല. നമ്മൾ ഇവിടുത്തെ ടൈം 2 മണിക്ക് എത്തുള്ളൂ. അതാണ്, റോട്ടിലൊരു മനുഷ്യരും ഇല്ല. അതിന്റെ ഇടയിലാണെങ്കിൽ ചെറുതായിട്ടൊന്ന് വണ്ടി ഇടിച്ചും ചെയ്തു. വണ്ടി വേറെ വണ്ടി ഇടിച്ചിറക്കണ്ടായിരുന്നു. അപ്പൊ അതൊന്നും കയറാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഡിവൈഡർ പോലെ സാധനം, ലൈക്ക് ഒരു പ്രൊട്ടക്ഷൻ പോലെ സാധനം വഴിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ചുമപ്പ സാധനം. അതുമ്മ കയറി, ആളെ കണ്ടില്ല. അതുമ്മ കയറി ഒറ്റ കയറ്റി. ഞാൻ കണ്ടു, ഞാൻ ചേട്ടനോട് പറഞ്ഞു. പക്ഷെ അടുത്ത് മനസ്സിലായി. അത് ഞാൻ അടുത്ത് കയറ്റാൻ പോയി. അടുത്ത് വേറൊരു അത് കല്ലായിരുന്നു. അപ്പൊ ആകെ കോമഡി ആയാനാ. ഞാൻ ചോദിച്ചു 10 വിചാരിച്ച. ഇത് ഇനിയുണ്ട് 1 hour 10 minutes. അപ്പം അവിടെ എത്തിയിട്ട് റിസോർട്ടിന്റെ വീഡിയോ എടുക്കാം.